ഇവിടെ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, വരുന്ന 40 ദിവസക്കാലം കോൺഗ്രസ് മാത്രമല്ല ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടികളെല്ലാം സമരമുഖത്താണ്. പാർട്ടികൾ മാത്രമല്ല, ഈ മൻരേഗ എന്ന് പറയുന്ന മഹത്തരമായിട്ടുള്ള നിയമനിർമ്മാണം ഉണ്ടാക്കിയെടുക്കാൻ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരുപാട് നിഷ്പക്ഷമതികളായിട്ടുള്ള ഒരുപാട് NGOകൾ ഉണ്ടായിരുന്നു. അവരെല്ലാം സമരമുഖത്താണ്. കാരണം ഇത് ദാരിദ്ര്യത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തെ തകർക്കുന്ന മോഡി സർക്കാർ നിയമമാണ്. ഇത് ദരിദ്രർക്കെതിരായിട്ടുള്ള മോഡി സർക്കാരിന്റെ ഏറ്റവും കനത്ത ആഘാതമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഒറ്റക്കെട്ടായിട്ട് സമരം ചെയ്യുകയാണെന്നുള്ള സംശയമില്ല. അതുകൊണ്ട് ഇന്ന് തിരുവനന്തപുരത്ത് ഈ ലോക് ഭവനിൽ മുമ്പിൽ രാത്പകൽ സമരമിരുന്നുകൊണ്ട് കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നിയമം പിൻവലിക്കുന്നതുവരെയുള്ള പോരാട്ടവുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും, UDF മുന്നോട്ട് പോകും എന്ന സന്ദേശം കൊടുക്കുമ്പോൾ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു, ഈ നിയമവും കാർഷിക കരിനിയമങ്ങളുടെ അതേ രീതിയിൽ പിൻവലിക്കപ്പെടേണ്ടി വരും എന്നുള്ള സാഹചര്യം ഈ നാട്ടിൽ ഉണ്ടാക്കും എന്നുള്ളൊരു സംശയം വേണ്ട. അതിലേക്ക് നിങ്ങൾ എല്ലാവരും വരും ദിവസം, ഈ ഒരു ദിവസത്തെ സമരം കൊണ്ടല്ല, വരും ദിവസങ്ങളിൽ ഗ്രാമങ്ങളിൽ ഇതിന്റെ അലയൊലികൾ വരണം, വാർഡുകളിൽ. ഞാൻ കേരളത്തിലെ സർക്കാരിനോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ അഭിമാനപൂർവ്വം പറയുന്നു, ഈ ബില്ല് പാസാക്കിയ ഉടൻ തന്നെ തെലങ്കാന നിയമസഭ പ്രത്യേക സമ്മേളനം വിളിച്ചുകൂട്ടി ഈ നിയമം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്, പഴയ നിയമം പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഏകകണ്ഠമായി പ്രമേയം പാസാക്കി. കർണാടക നിയമസഭ ഈ അടുത്ത ആഴ്ച അടിയന്തരമായിട്ടുള്ള സമ്മേളനം ഇതിനു വേണ്ടി മാത്രം വിളിച്ചിരിക്കുകയാണ്. ഇത് വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട്. തെലങ്കാന ഒരു കാര്യം കൂടി ചെയ്തു. തെലങ്കാനയിലെ എല്ലാ ഗ്രാമസഭകളും വിളിച്ചുകൂട്ടി, ഒരു ഡേറ്റിൽ വിളിച്ചുകൂട്ടി ഗ്രാമസഭകളിൽ പ്രമേയം പാസാക്കി ഞങ്ങൾക്ക് പഴയ ബില്ല് തിരിച്ചു നൽകണം എന്നാവശ്യപ്പെട്ടു. ഞാൻ കേരള മുഖ്യമന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുന്നതാണ്, നിങ്ങൾ എന്തായാലും 20-ാം തീയതി സമയം കൂടുന്നുണ്ട്. ആ നിയമസഭയിൽ ആദ്യത്തെ അജണ്ടയായിട്ട് പോകേണ്ടത് ഈ പഴയ തൊഴിലുറപ്പ് പദ്ധതി, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള കോളായിരിക്കണം നിങ്ങൾ ആദ്യം കൊടുക്കേണ്ടത്. കേരളത്തിലെ ഗ്രാമസഭകൾ വിളിച്ചു കൂട്ടണം. കേരളത്തിലെ ഗ്രാമസഭ നമ്മൾ ഇടക്കാലത്ത് നിർവീര്യമാക്കി സർക്കാർ. ആ ഗ്രാമസഭകളെ പുനരുജ്ജീവിപ്പിക്കണം. പാവപ്പെട്ട തൊഴിലാളികളെ കൂടി വിളിക്കണം ആ ഗ്രാമസഭയിൽ. അവിടെ ഒറ്റക്കെട്ടായ ശബ്ദമുയരണം, പ്രമേയമായിട്ട് വരണം. കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ ഈ പദ്ധതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ വെളിച്ചം പെടണം എന്ന് മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ ഞങ്ങളോട് കേന്ദ്രവിരുദ്ധ MP-മാരെ ഇന്നലെ വീണ്ടും കടന്നാക്രമിച്ചിട്ടുണ്ട്. ഞാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചിരുന്നു ഒരു പ്രാവശ്യം. പാർലമെന്റിൽ ഞങ്ങൾ MP-മാരിൽ വിളിച്ചിരിക്കുന്നത് 2014 മുതലുള്ള MP-മാരെ. അവരുടെ ചോദ്യോത്തരം പരിശോധിക്കാം, അവരുടെ 0 ഓവർ ഇന്റർവെൻഷൻ പരിശോധിക്കാം, അവരുടെ 377 പരിശോധിക്കാം, ബില്ലിലെ ചർച്ച പരിശോധിക്കാം, അനൌദ്യോഗിക ബില്ലുകൾ പരിശോധിക്കാം. എല്ലാ ദിവസവും കേരളത്തിൽ നിന്നുള്ള ഒരു കോൺഗ്രസ് MP, ഒരു UDF MP എങ്കിലും കേരളത്തിന്റെ പ്രശ്നങ്ങൾ പറയാതെ ആ പാർലമെന്റ് നടക്കുന്ന ദിവസങ്ങളിൽ മുന്നോട്ട് പോയിട്ടില്ല എന്നത് വാസ്തവമായിരിക്കെ ഇങ്ങനെ എല്ലാ ദിവസവും ഇത് ഞങ്ങൾ നിങ്ങളുടെ MP-മാരെ ആക്ഷേപിക്കാനൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞതിന് മറുപടി പറയേണ്ടത് അത് തമ്മിലൊന്നും താരതമ്യമാണ് ചെയ്യേണ്ടത്. അത് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നിലവാരം ഇപ്പോൾ കുറച്ച് നാളായിട്ട് പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇലക്ഷന് ശേഷം വളരെ താഴെ പോയിരിക്കുന്നതുകൊണ്ട് ആ രീതിയിലുള്ള പ്രസംഗമായിട്ട് കണക്കിലെടുത്ത് മാറുകയാണ്. അദ്ദേഹം പറഞ്ഞു കേട്ടു, കേന്ദ്രവിരുദ്ധ സമരത്തിൽ കോൺഗ്രസും കൂടെ പ്രതിപക്ഷ നേതാവ് ഇത് പറഞ്ഞു, സ്വന്തം വകുപ്പിലെ മന്ത്രിമാരായിട്ടുള്ള സ്വന്തം മുന്നണിയിലെ കക്ഷിയായിട്ടുള്ള CPI-കാരൻ്റെ പോലും അറിയിക്കാതെ ഈ PMC പദ്ധതിയിൽ RSSന്റെ അജണ്ട വെച്ചിട്ട് ഒപ്പിട്ടിട്ട് രഹസ്യമായി ഒപ്പിട്ട് കൊടുത്ത മുഖ്യമന്ത്രിക്ക് എന്ത് ധാർമ്മിക അവകാശമുള്ളത് കേന്ദ്രത്തിനെതിരായിട്ട് പോരാടാൻ? പിന്നെ നിങ്ങൾക്ക് ഇപ്പോഴും ധൈര്യം ഉണ്ടെങ്കിൽ, ആ ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇരിക്കുന്ന പോലെ ഇവിടെ അല്ലായിരുന്നു ഇന്നലെ വന്നിരിക്കേണ്ടത്? ഇതിനകത്തിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയോട് കേൾപ്പിക്കാനായിരുന്നില്ലേ നിങ്ങളുടെ സമരം വേണ്ടിയിരുന്നത്? രക്തസാക്ഷി മണ്ഡപത്തില് നമ്മളെല്ലാം ബഹുമാനിക്കുന്ന സ്ഥലമാണ്. പക്ഷെ ഇന്നലത്തെ മെസ്സേജ് പോകേണ്ടത് എവിടെയായിരുന്നു? നിങ്ങൾക്ക് സമരം കേന്ദ്രത്തിൻ്റെതായിട്ടുള്ള ആത്മാർത്ഥമായ സമരമായിരുന്നെങ്കിൽ ഇവിടെ മുഖ്യമന്ത്രി ഇരുന്നെങ്കിൽ മനസ്സിലാക്കാൻ ഇരിക്കാൻ പറ്റുമോ? പുറത്ത് ഗവർണർക്കെതിരായിട്ടുള്ള പോരാട്ടം, വൈസ് ചാൻസലർമാർ വീതിച്ചെടുക്കുന്ന സമീപനം, കേരളത്തിലെ വൈസ് ചാൻസലർമാർ ഗവർണറും
മുഖ്യമന്ത്രി നമ്മൾ വീതിച്ചെടുക്കുകയല്ല ചെയ്തത്. എന്തൊരു SFIക്കാരെ കൊണ്ട് ഇവിടെ സമരം ചെയ്യിപ്പിക്കുക, എന്നിട്ട് അവസാനം അതേ സമരം ചെയ്ത ആളുകൾക്ക് തന്നെ വൈസ് ചാൻസലറായിട്ട് മാറ്റുക. ഇതല്ലേ നിങ്ങൾ ചെയ്തത്? അതുകൊണ്ട് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്, മുഖ്യമന്ത്രി ഞങ്ങൾക്ക് ഒരു കാര്യം കൺസിസ്റ്റന്റായ സ്റ്റാൻഡാണ് കോൺഗ്രസിന്. രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തകർക്കുന്ന, മതേതരത്വത്തെ തകർക്കുന്ന എല്ലാ സമീപനങ്ങളെയും ഞങ്ങൾ എതിർക്കും. PMC പോലുള്ള പദ്ധതി എന്തിനായിരുന്നു ഞങ്ങൾ മനസ്സിലാക്കി, കേരളത്തിലെ RSS രാജ്യങ്ങൾ നടപ്പിലാക്കാൻ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് അതിൽ ഒപ്പിടുന്നതിന് മുമ്പേ ഒപ്പിടരുത് എന്ന് പറഞ്ഞത്. ഞങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ കൂടെയില്ല കക്ഷികളും പറഞ്ഞു. എന്നിട്ട് സബ് കമ്മിറ്റി ഉണ്ടാക്കുന്നു പറഞ്ഞു. എവിടെ പോയി സബ് കമ്മിറ്റി? ബിനോയ് വിശ്വം ഒന്ന് മറുപടി പറയണം. ആ സബ് കമ്മിറ്റി എവിടെ പോയി? ഇത് മുഖ്യമന്ത്രി പറയാൻ തയ്യാറാവുണ്ട്. ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് സ്വന്തം ഒന്ന് കണ്ണാടി നോക്കണം. ഫാസിസ്റ്റുകൾ സ്വന്തം കണ്ണാടി നോക്കാറില്ല. ആ ചിത്രത്തിലേക്ക് മുഖ്യമന്ത്രി വരരുത് ഫാസിസ്റ്റുകൾ ഇതിൽ. കാരണം കണ്ണാടി നോക്കിയാൽ തങ്ങളുടെ ദരിദ്രമായ മുഖം കണ്ട് ആ കണ്ണാടി തല്ലിപ്പൊളിക്കുന്ന സ്വഭാവമാണ് ഫാസിസ്റ്റുകൾക്കുള്ളത്. അതുകൊണ്ട് ആ മുഖവും ആ സമീപനം നിങ്ങൾക്കുണ്ടാവരുത്. നിങ്ങൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ചു പോരാടാം. ഈ തൊഴിൽദാന പദ്ധതി നമുക്ക് ഉണ്ടായേ പറ്റൂ. സോണിയാഗാന്ധിയും ഡോക്ടർ മൻമോഹൻ സിംഗും ഈ നാടിന് കൊടുത്ത ഏറ്റവും മഹത്തരമായ തൊഴിൽദാന പദ്ധതിയാണിത്. അവരുടെ മഹത്വം വർദ്ധിപ്പിക്കുന്നത് അവിടെയാണ്. പാവപ്പെട്ട തൊഴിലാളികൾക്ക്, ജീവിക്കാൻ അവകാശമുള്ള തൊഴിലാളികൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്ന പദ്ധതിയാണ് ഈ പദ്ധതി. ആ പദ്ധതി നടപ്പിലാക്കാനുള്ള നടപടിയുമായി നമ്മൾ മുന്നോട്ട് പോകും. അത് തിരിച്ചെടുക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് പോകും. അതിൻ്റെ ഐതിഹാസിക സമരത്തിന് നേതൃത്വം കൊടുത്തവർക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ഐതിഹാസികമായ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.